നമസ്കാരം. റെയിൻ ഫോറസ്റ്റ് പെറ്റ്സ് ആൻഡ് പ്ലാന്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പലപ്പോഴും വീട്ടിലേക്ക് പെറ്റ്സിനെ കൊണ്ടുവരുന്നത് നമ്മളുടെ കുട്ടികൾക്കൊരു കമ്പാനിയൻ ആയിട്ടാണ്. എന്നാൽ പെറ്റ്സിനെ കുട്ടികളോട് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ടോ? നമ്മളെല്ലാവരും പലതരം ലൈഫ് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് നമ്മൾ ഒരു പെറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ അതിനുശേഷം ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ കുട്ടിയെ എഡ്യൂക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പുതിയൊരു മെമ്പർ വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അതേപോലെ തന്നെയാണ് ഒരു പുതിയൊരു പെറ്റ് നിങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പലപ്പോഴും ഒരു പുതിയ പെറ്റ് നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ്, കുട്ടികൾ എപ്പോഴും ഒരു ടോയ് കയ്യിൽ കിട്ടിയ പോലെയാണ് ആ പെറ്റിനെ ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ അത് പല അപകടങ്ങൾക്കും കാരണമാവും. അപ്പൊ എപ്പോഴും എങ്ങനെയാണ് ഒരു പെറ്റിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്ന കാര്യത്തിൽ നിങ്ങൾ കുട്ടിയെ ആദ്യം എഡ്യൂക്കേറ്റ് ചെയ്യണം. അതായത് ഒരു പെറ്റിനെ ഒരിക്കലും ചെവി പിടിച്ച് വലിക്കാൻ പാടില്ല, വാല് പിടിച്ച് വലിക്കാൻ പാടില്ല, അതിനെ ഉപദ്രവിക്കാൻ പാടില്ല. അല്ലെങ്കിൽ എടുക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ഒരു പെറ്റിനെ എടുത്ത് കുട്ടിയുടെ കയ്യിൽ കൊടുക്കുമ്പോൾ നേരെ എടുത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈം ഒരു ചെറിയൊരു കുട്ടിയാണെങ്കിലും അവിടെ താഴെ ഇരുത്തി മടിയിൽ ഒരു പെറ്റിനെ വെച്ചു കൊടുത്ത് അങ്ങനെ പതുക്കെ പതുക്കെ വേണം ആ കോൺഫിഡൻസ് ബിൽഡ് ചെയ്തെടുക്കാൻ. അതേപോലെ തന്നെ ഒരിക്കലും ഇങ്ങനെ ഹാർഷ് ആയിട്ട് അല്ലെങ്കിൽ ബലം പ്രയോഗിച്ച് ഒരു പെറ്റിനെ പിടിക്കരുത്. എപ്പോഴും ജെന്റിലായി പെരുമാറണം. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഒരു കുട്ടിയെ എഡ്യൂക്കേറ്റ് ചെയ്ത ശേഷം മാത്രമേ ഒരു പെറ്റിനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ. രണ്ടാമതായി നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്, നമ്മൾ വീട്ടിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന പെറ്റിന്റെ ബോഡി ലാംഗ്വേജ് ആണ്. അതായത് ഒരു കാറ്റ് ആണോ ഡോഗ് ആണോ അല്ലെങ്കിൽ ബേർഡ് ആണെങ്കിലും അവർക്ക് ഇഷ്ടമില്ലായ്മ കാണിക്കാനായിട്ട് അവരുടേതായ ബോഡി ലാംഗ്വേജ് ഉണ്ടാവും, സൈൻസ് ഉണ്ടാവും. അതെല്ലാം നമ്മൾ പറഞ്ഞു പഠിപ്പിക്കണം. അതായത് ഒരു ഡോഗ് ഇഷ്ടമല്ലെങ്കിൽ, അതിനെ പിടിക്കുന്നത് ഇഷ്ടമല്ലെങ്കിൽ അത് പിന്മാറും, കയ്യിൽ നിന്ന് കുതറി ചാടാൻ ശ്രമിക്കും. അതേപോലെ ഒരു കാറ്റ് ആണെങ്കിൽ അത് മാന്താൻ ശ്രമിക്കും. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് കുട്ടിയെ മനസ്സിലാക്കണം. കാരണം ഇഷ്ടമില്ലാതെ ഒരു ജീവി പെരുമാറുമ്പോൾ അതിനെ ബലം പ്രയോഗിച്ച് പിടിച്ചു വെക്കരുത്. അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് ലീഡ് ചെയ്യും എന്നുള്ള കാര്യങ്ങളിലും കുട്ടികളെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം. ഒരു പ്ലഷ് ടോയ് വെച്ചും നിങ്ങൾക്ക് കുട്ടികളെ എഡ്യൂക്കേറ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഇതുപോലെയുള്ള സ്റ്റഫ് ടോയ്സ് ഉണ്ടാവും. ഒരു ഡോഗിന്റെ സ്റ്റഫ് ടോയ് ആണ്. അപ്പോൾ ഇതിന്റെ ചെവികൾ കാണിച്ചു കൊടുക്കാം, വാല്, ഇതെല്ലാം സെൻസിറ്റീവ് ഏരിയ ആണെന്ന് പറയാം. ഒരിക്കലും ഒരു പെറ്റിന്റെ വായുടെ അടുത്ത് കൊണ്ടുപോയി കൈവയ്ക്കുക, അതിനെ ഉപദ്രവിക്കുക, ആ പരിപാടികളൊന്നും ചെയ്യരുത് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം. അതേപോലെ എടുക്കുമ്പോൾ, ഒരു പെറ്റിനെ എടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെ ഒരു പെറ്റിനെ എടുക്കണം, നമ്മൾ എത്ര കെയർഫുൾ ആയിട്ടാണ് ഒരു ജീവിയെ ഹാൻഡിൽ ചെയ്യേണ്ടത് എന്നെല്ലാം നിങ്ങൾക്ക് ഒരു പ്ലഷ് ടോയ് വെച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി അവരുടെ ഫസ്റ്റ് മീറ്റിംഗ് എങ്ങനെയുള്ളതായിരിക്കണം എന്നാണ്. ഒരു കുട്ടിയെയും അരുമയും തമ്മിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും അതൊരു ന്യൂട്രൽ ഗ്രൗണ്ടിലാവാൻ നിങ്ങൾ ശ്രമിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഫ്രണ്ടിന്റെ വീടാവാം, അല്ലെങ്കിൽ ഒരു പെറ്റിനെ നിങ്ങൾ എവിടെ നിന്നാണോ കൊണ്ടുവരുന്നത് അവരുടെ വീടാവാം, അല്ലെങ്കിൽ ഒരു പാർക്ക് ആവാം. ആ സ്ഥലങ്ങളിൽ വെച്ച് ഒരു പെറ്റിനെ നിങ്ങൾ കുട്ടിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കണം. അപ്പോ ആദ്യം പെറ്റ് കുട്ടി അപ്രോച്ച് ചെയ്യാനായിട്ട് നിങ്ങൾ സമ്മതിക്കണം. അതായത് കുട്ടി ഓടിപ്പോയി എടുക്കുക, അല്ലെങ്കിൽ കുട്ടി ബലം പ്രയോഗിച്ച് പെറ്റിനെ അടുത്ത് വെക്കാൻ ശ്രമിക്കുക, അതൊന്നും ചെയ്യരുത് എന്ന് പറഞ്ഞു കൊടുത്ത് ആദ്യം പെറ്റ് അടുത്ത് വരട്ടെ, കുട്ടിയെ മണക്കുക അല്ലെങ്കിൽ കുട്ടിയുടെ അടുത്ത് നിൽക്കാൻ ശ്രമിക്കുക, അതെല്ലാം ചെയ്തോട്ടെ എന്ന് ആ ഒരു പെർമിഷനോട് കൂടി മാത്രമേ നിങ്ങൾ രണ്ടുപേരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഈ രണ്ടുപേരും, അതായത് ഫസ്റ്റ് മീറ്റിംഗ് സമയത്ത് പെറ്റ് ആൻഡ് യുവർ കിഡ്, അവർ നല്ല രീതിയിൽ പെരുമാറുകയാണെങ്കിൽ രണ്ടുപേർക്കും റിവാർഡ് കൊടുത്ത് നിങ്ങൾ അഭിനന്ദിക്കണം. കാരണം പോസിറ്റീവ് റീഎൻഫോഴ്സ്മെന്റിലൂടെ മാത്രമേ അവരുടെ ബോണ്ട് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അവർ തമ്മിൽ, ഫോർ എക്സാമ്പിൾ, ആദ്യമായിട്ടൊരു പെറ്റ് ഒരു കുട്ടിയെ കാണുകയാണ്, അടുത്ത് പോകുന്നില്ല, അല്ലെങ്കിൽ കുട്ടിക്ക് ഇന്ററാക്ട് ചെയ്യാൻ മടി, അപ്പൊ നിങ്ങൾ ഒരിക്കലും അത് ഫോഴ്സ് ചെയ്യുന്ന രീതിയിലാവരുത്. അവർ സമയമെടുത്ത് അവരുടെ പേസിനനുസരിച്ച് അവരുടെ ആ ബോണ്ട് വളർന്നു വരാൻ നിങ്ങൾ ശ്രമിക്കും. അടുത്തതായി, നിങ്ങൾ ഒരു പെറ്റിനെ വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ആ പെറ്റ് വാക്സിനേറ്റഡ് ആണോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ പെറ്റിന്റെ ഡീവേർമിംഗ് ഹിസ്റ്ററി, അതേപോലെ അതിന്റെ പേരൻസിന്റെ ഹിസ്റ്ററി, അവരെവിടെ നിന്നുള്ളതാണ്, പിന്നെ ഒരു റിലയബിൾ ബ്രീഡറുടെ കയ്യിൽ നിന്ന് നിങ്ങൾ എടുക്കാൻ എപ്പോഴും ശ്രമിക്കണം. കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ട് അവരുടെ ബിഹേവിയറിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഗൈഡൻസ് നിങ്ങൾക്ക് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു പോകാൻ അത് എളുപ്പമായിരിക്കും. അവരെ അപ്രോച്ച് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കാൻ കൂടുതൽ എളുപ്പമായിരിക്കും. അഥവാ നിങ്ങളൊരു പെറ്റിനെ അഡോപ്റ്റ് ചെയ്യാണ്, ഒരു സ്ഥലത്ത് വളർന്ന് വന്ന ഒരു പെറ്റിനെ നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ആദ്യം നിങ്ങൾ
മുന്നത്തെ ഓണേഴ്സിനോട് ചോദിക്കേണ്ട ഒരു കാര്യം, ആ പെറ്റ് കുട്ടികളായിട്ടുള്ള ഇന്ററാക്ഷൻ എങ്ങനെയായിരുന്നു, ആ ബിഹേവിയർ എങ്ങനെയായിരുന്നു, അഗ്രസീവ് ആയിരുന്നോ എന്ന കാര്യങ്ങളെല്ലാം ആലോചിച്ച് മാത്രമേ നിങ്ങൾ ഒരു പെറ്റിനെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ. ലാസ്റ്റ്ലി നമ്മൾ ചെറിയ കുട്ടികളെയും പെറ്റ്സിനെയും ഒരിക്കലും അൺഅറ്റൻഡഡ് ആയിട്ട് വിടരുത്. കാരണം നമുക്ക് അറിയില്ല രണ്ടുപേരുടെയും റെസ്പോൺസ് എന്താണ് ഒറ്റയ്ക്കാവുമ്പോൾ, അല്ലെങ്കിൽ കുട്ടി ഏത് രീതിയിലാണ് ആ പെറ്റിനെ ഹാൻഡിൽ ചെയ്യുന്നതെന്നൊന്നും പേരൻസിന് കാണാൻ സാധിക്കില്ല. അപ്പൊ എപ്പോഴും നിങ്ങളുടെ ഒരു സൂപ്പർവിഷൻ ഇനീഷ്യൽ ഡേയ്സിൽ വളരെയധികം അത്യാവശ്യമാണ്. പിന്നെ ഉള്ളത്, ഒരിക്കലും ഫോഴ്സ് ചെയ്യരുത്. പെറ്റിന് കുട്ടിയുടെ കൂടെ ഇരിക്കാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ അതിന് ഉറങ്ങാൻ ഉള്ള സമയത്ത് കുട്ടി പോയി ഉണർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അത് ചെയ്യരുത് എന്ന് നിങ്ങൾ പ്രത്യേകം പറയണം. അതുപോലെ ഭക്ഷണം കഴിക്കുന്ന സമയം, പെറ്റ്സിന്റെ ഭക്ഷണം കഴിക്കുന്നതും ഉറങ്ങുന്നതുമായ സമയം റെസ്പെക്ട് ചെയ്യണം എന്നുള്ളതും കുട്ടിയോട് പറയണം. കാരണം ഇതെല്ലാം അവരെ അഗ്രസീവ് ആക്കാനോ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ റിയാക്ട് ചെയ്യാനോ കാരണമാവുന്ന സിറ്റുവേഷൻസ് ആണ്. അപ്പോൾ ഇത് പ്രത്യേകിച്ച് കുട്ടിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്നത് പേരൻസിന്റെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ്. ഈ രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ ഇൻട്രൊഡക്ഷൻ, പുതിയൊരു അരുമ നിങ്ങളുടെ വീട്ടിൽ വരികയാണെങ്കിൽ ആ ഇൻട്രൊഡക്ഷൻ വളരെയധികം ഒരു സീംലെസ് പ്രൊസീജിയർ ആവും. ഒരിക്കലും അത് പ്രശ്നം ഉണ്ടാക്കില്ല. കുടുംബത്തിലായാലും പെറ്റിനായാലും അതൊരിക്കലും പ്രശ്നം ഉണ്ടാക്കില്ല. അതേപോലെ ഒരു ഒരു ജീവനുള്ള ഒരു ബീയിങ് ആണ് നമ്മുടെ ഈ പെറ്റ് എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു ടോയ് അല്ല. അപ്പോൾ വളരെ ലാഘവത്തോടു കൂടി കൈകാര്യം ചെയ്യേണ്ട ഒന്നല്ല, അത് റെസ്പോൺസിബിലിറ്റി കൂടിയാണ് എന്ന് കുട്ടികളെ പറഞ്ഞ് നിങ്ങൾ മനസ്സിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.